ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഈ മാസം ഏപ്രിൽ 19 ശുക്രരാശി മാറ്റം സംഭവിക്കുകയാണ്. എന്താണ് ഈ ഒരു ശുക്രരാശി മാറ്റത്തിന് ഇത്ര പ്രത്യേകത എന്ന് നോക്കിയാൽ, ശുക്രൻ രാശി മാറുന്നത് സ്വന്തം രാശിയായ ഇടവത്തിലേക്കാണ്. ഇപ്പോൾ മേടം രാശിയിലുള്ള ശുക്രൻ ഏപ്രിൽ 19 ഇടവം രാശിയിലേക്ക് രാശി മാറുമ്പോൾ അത് സ്വന്തം ക്ഷേത്രമാണ്. സ്വക്ഷേത്ര ബലവാനായിട്ട് സ്വന്തം രാശിയിൽ വരുമ്പോൾ 12 രാശികളിൽ ഉൾപ്പെടുന്ന ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് മാളവ്യ യോഗം എന്ന യോഗം ലഭിക്കുന്ന സമയമാണ്. ശുക്രൻ ലൗകിക ജീവിതത്തിന് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ശുക്രൻ എപ്പോഴൊക്കെയാണോ ഒരു രാശിക്ക് വളരെ നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത്, ആ സമയം പല രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മകളാണ് ശുക്രൻ നൽകുന്നത്. ലൗകികപരമായിട്ടുള്ള ഉയർച്ച, നേട്ടങ്ങൾ, ജീവിത സുഖങ്ങൾ, എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ഈ ഒരു ശുക്രരാശി മാറ്റം ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നന്മകൾ, മാറ്റങ്ങൾ നൽകുന്ന സമയമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജാതക പ്രകാരം ഇപ്പോൾ ശുക്ര മഹാദശ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഈ ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ആ സമയങ്ങളെപ്പറ്റിയുമൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഏപ്രിൽ 19 മുതലുള്ള ഈ ശുക്രരാശി മാറ്റം അത്രമേൽ ഉത്തമമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു നന്മ സംഭവിക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങളുടെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം മതി. ഒരു നന്മയാണെങ്കിലും ഒരു ദോഷമാണെങ്കിലും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ. അത്ര വലിയ മാറ്റങ്ങൾ, വളരെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് ഈ ശുക്രരാശി മാറ്റം 6 രാശിക്കാർക്ക് നൽകുന്നത്. ഇനി ഏതൊക്കെയാണ് ആ രാശിക്കാരെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് അത്യുത്തമമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ. ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും. അങ്ങനെയുള്ള ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം ശുക്രൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും പൂർണ്ണമായി വിട്ടുമാറുമെന്നുള്ളതാണ്. ജീവിതത്തിൽ ശുഭഫലങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ ഇതെല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല നന്മകൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നത്. പ്രധാനമായിട്ടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. എത്ര വലിയ കടബാധ്യതകളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അതിനൊക്കെ ഈ ഒരു ശുക്രരാശി മാറ്റം കൊണ്ട് വളരെ നല്ല ഒരു മാറ്റം തീർച്ചയായിട്ടും വന്നു ചേരും. നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം വന്നു ചേരുക, അവരവരുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുക. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ തക്ക തരത്തിൽ ഒരു ധനലാഭം ഉണ്ടാകുന്ന സമയം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്നൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായം ഉണ്ടാവുക, ധനപരമായ മുന്നേറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അതുമൂലം ഒരു ബാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ പൂർണ്ണമായ മാറ്റമുണ്ടായി നിങ്ങളുടെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിൽ അത്രമേൽ പുരോഗതി ഉണ്ടാവുക, നടത്തിവരുന്ന ചികിത്സകൾ ഫലപ്രദത്തിലാവുക, ആരോഗ്യത്തിന് വേണ്ടി ആശുപത്രി സംബന്ധമായിട്ടുള്ള ഒരു പണച്ചിലവൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്, നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന ശത്രുതകൾ, എതിർപ്പുകൾ. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളിടയിലൊക്കെ അനാവശ്യമായിട്ടൊരു ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശത്രുതകൾ, എതിർപ്പുകൾ ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്.
ഏതെങ്കിലും കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിലും അതിനൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മാറ്റം വരും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവുകളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നേട്ടങ്ങളും ശുക്രൻ തരും. അനുയോജ്യമായ വിവാഹത്തിനുള്ള സമയം, ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ശുക്രൻ നൽകുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി പല ഉയർച്ചകൾ, നന്മകൾ, നേട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിര നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. പൊതുവെ ശുക്രൻ മാളവി യോഗത്തോടുകൂടി നിലനിൽക്കുമ്പോൾ എല്ലാ വ്യക്തികളെയും സംബന്ധിച്ച് അവരവരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പറ്റുന്ന ഒരു കാലമാണ്. സ്വന്തമായ ഭൂമിക്കും ഗൃഹത്തിനും വണ്ടി വാഹനത്തിനുമുള്ള യോഗമെല്ലാം ശുക്രൻ ഈ കാലഘട്ടങ്ങളിൽ 6 രാശിക്കാർക്കും നൽകും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കും എല്ലാവിധ നന്മകളും ലഭിക്കുന്ന സമയമാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരുടെ സമയം വളരെ അനുകൂലമാവുകയാണ്. ശുക്രൻ നിങ്ങൾക്ക് സർവാഭീഷ്ട ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ഏപ്രിൽ 19 മുതൽ ആരംഭിക്കും. ഈ ഒരു സമയം കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് സുഖാനുഭവങ്ങളാണ്. കുറച്ച് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്നവർ കർക്കിടകം രാശിയിൽ ധാരാളമാണ്. നിങ്ങളെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും ഒരു സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് എന്നൊറ്റ വാക്കിൽ പറയാം. നിങ്ങളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം ധനവരവ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലുള്ള ആഗ്രഹമായിരിക്കും. അവരവരുടെ ജീവിതത്തിൽ ഒരു നല്ല ജോലി ലഭിക്കുക, അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക, നല്ലൊരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് ജീവിതം എത്തുക, കടബാധ്യതകൾ വിട്ടൊഴിയുക, നല്ല വിവാഹം, നല്ല ദാമ്പത്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് 11ലെ ശുക്രൻ്റെ സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ്. ഈ ഒരു സമയം കഴിഞ്ഞ കുറേ കാലങ്ങളായി ലാഭം എന്ന വാക്ക് കേട്ടിട്ടില്ലാത്ത കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ കർമ്മം, തൊഴിൽ എന്താണോ അതുമൂലം നിങ്ങൾക്ക് ധനവരവുണ്ടാവുക, ഒരു ലാഭം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലാതിരുന്നൊരു ധനലാഭം വന്നു ചേരും. ചെറുതാണെങ്കിലും നിങ്ങൾക്കൊരു സമ്പാദ്യം ലഭിക്കുന്ന സമയം. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ശുഭകരമായിട്ടുള്ള ശുഭചിലവുകൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. ഈ ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങളാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് അവരവരുടെ ജീവിതത്തെ സംബന്ധിച്ച് സമസ്ത മേഖലകളിലും ആ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു സമയമാണ്. പലർക്കും ഒരു വാടക ഭവനത്തിൽ നിന്നും സ്വന്തം ഭവനത്തിലേക്ക് മാറുവാനുള്ളൊരു യോഗം ഈ ഒരു കാലഘട്ടത്തിൽ ശുക്രൻ നൽകും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ മനോവിഷമം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടു കിട്ടുന്ന രീതിയാണ് ഉള്ളത്. അതുപോലെ തന്നെ മാതാവ് മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, യോഗഫലങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. നിങ്ങളൊരു 10% പ്രയത്നിച്ചാൽ 100% ഫലം ലഭിക്കും. ലൗകികപരമായിട്ടുള്ള നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ആ മാറ്റം അനുഭവത്തിൽ വരും. അവരവരുടെ ജോലിയിലും അവരുടെ ആരോഗ്യത്തിലും വിവാഹകാര്യങ്ങളിലും ദാമ്പത്യകാര്യങ്ങളിലും സാമ്പത്തിക ഉയർച്ചയിലും എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം ഏറ്റവും അത്യുത്തമമാണ്. ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാഗ്യാധിപതിയാണ്, അതുപോലെ ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ.
ആ ശുക്രൻ സ്വന്തം രാശിയായി ഇടവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം കന്നിരാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. ഈ സമയം കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ നന്മകളും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. പലർക്കും ഈ ഒരു സമയം ഏപ്രിൽ 19 മുതൽ ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുന്ന സമയം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഉയർച്ച, മാറ്റങ്ങൾ, നന്മകൾ വന്നു ചേരുക, അപ്രതീക്ഷിതമായിട്ട് ധനലാഭം, പണം സംബന്ധിച്ച നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക, ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ സംഭവിക്കും. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മാറ്റമാണ് ഈ ഒരു സമയത്ത് വന്നു ചേരുക. ആരോഗ്യപരമായിട്ട് ഉയർച്ച, മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം കന്നിരാശിക്കാർക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന ഒരു സമയവുമാണ്. ശുക്രൻ ധനസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു പണം, ധനം നിങ്ങളുടെ കൈകളിൽ തീർച്ചയായിട്ടും വന്നു ചേരും. കന്നി രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം. കുടുംബത്തിൽ സന്താന ഭാഗ്യം, അതുപോലെ ഗൃഹപ്രവേശം, വിവാഹം, ഇങ്ങനെ പല മംഗളകരമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. സ്വന്തം ബന്ധങ്ങളുമായി കൂടിച്ചേരാനുള്ള ഒരു അവസരം, ഒരുപാട് കാലങ്ങളായി വേർപിരിഞ്ഞിരുന്ന സ്വന്തം ബന്ധങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് കൂടിച്ചേരുവാനുള്ള അവസരം, ഭാഗ്യങ്ങൾ ഈ സമയത്തുണ്ടാകും. നിങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, ഭൂമിയോഗം, ഗൃഹയോഗമൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ചും കന്നിരാശി എന്ന് പറയുന്ന ബുധൻ്റെ രാശിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളുടെ അനുഗ്രഹം, അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട പൂർവികപരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും വന്നു ചേരുന്ന സമയം. ഇങ്ങനെ ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. മുന്നോട്ട് നല്ല മംഗല്യ ഭാഗ്യം, വിവാഹ യോഗമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു ഈശ്വരാനുഗ്രഹം, ഒരു മാറ്റം, ഒരു നന്മ കാണുവാൻ സാധിക്കും. ധൈര്യമായി ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാം. അതിനൊക്കെ നിങ്ങൾക്ക് അത്രമേൽ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യമുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ, അതുപോലെ കുടുംബത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ, നന്മകളൊക്കെ ലഭിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം, മാളവ്യ യോഗം നിങ്ങൾക്ക് അത്രമേൽ നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് നിങ്ങൾക്ക് ശുക്രൻ അഷ്ടമസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. അഷ്ടമമെന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന പൂർണ്ണ ശുഭഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ്റെ മറ്റൊരു രാശിയായ ഇടവം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് മാളവ്യ യോഗത്തോടു കൂടി നിൽക്കുന്ന സമയമാണ്. അഷ്ടമമെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ദോഷഫലങ്ങൾ മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ നൽകുന്ന ഭാവമാണ്. ആ നന്മകൾ ലഭിക്കണമെങ്കിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ശുഭനായിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ രാശ്യാധിപതിയോ ലഗ്നാധിപതിയോ ഒക്കെ ആണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയാധിപതിയും തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപതിയുമാണ് ശുക്രൻ. ആ ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം, അതും സ്വന്തം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ജീവിത ഉയർച്ചകൾ നൽകുന്ന ഒരു സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. പലരും കാലാകാലങ്ങളായി മനസ്സിൽ വിചാരിച്ചിരുന്ന പല ആഗ്രഹങ്ങളും അവരവർക്ക് സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയാം.
നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കഴിവിനനുസരിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ടൊരു ജോലിക്ക് ശ്രമിക്കുന്നു, അത് ലഭിക്കാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചൊരു ജോലി ലഭിക്കുന്ന സമയം. പലർക്കും ഒരുപാട് കാലങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ സർവീസിലേക്ക്, സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സമയം. വിദേശ ജോലി, അതുപോലെ വിദേശ പഠനം, ഉപരി പഠനം, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം മുതൽ അനുയോജ്യമായിട്ടുള്ള വിവാഹം, മംഗല്യ യോഗം അനുഭവത്തിൽ വരുന്ന സമയം. വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയിരുന്ന ദമ്പതികൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒത്തൊരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു അവസരം, ഒരു ഭാഗ്യം ഈ ഒരു സമയത്ത് ശുക്രൻ നൽകും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഏതെങ്കിലും തരത്തിൽ അപകടങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ കൊണ്ട് ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സമയം. അതിനുവേണ്ടി നടത്തി വരുന്ന ചികിത്സകൾ ഫലപ്രദത്തിലാവുക, അതുപോലെ മറ്റ് അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ശരീരവും മനസ്സും മുക്തമാകുന്ന ഒരു നല്ല കാലഘട്ടത്തിൻ്റെ സമയം ആരംഭിക്കുകയാണ്. ഇവിടെ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം വളരെ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ അവരവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയം. ഈ ഒരു സമയം തുലാം രാശിക്കാർക്ക് ഭൂമി യോഗം, അതുപോലെ വീടിനുള്ള യോഗം, വണ്ടി വാഹന യോഗങ്ങൾ, ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇതിനെ പരമാവധി ഓരോ വ്യക്തികളും പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം ശുക്രൻ നിങ്ങൾക്ക് അഷ്ടമാധിപതി ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും ലഭിക്കുക. അതല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഉത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. എല്ലാം കൊണ്ടും തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ, ആരോഗ്യപരമായ മുന്നേറ്റം, ദാമ്പത്യപരമായിട്ടുള്ള സുഖം, സന്തോഷം, ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മരംഗങ്ങളിൽ ഉയർച്ച, ഇതെല്ലാം ലഭിക്കുന്ന അത്യുത്തമമായ ഒരു സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വ്യക്തതയോടെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് സമയം ഏറ്റവും അനുകൂലമാണ്. പ്രധാനമായിട്ടും ശുക്രൻ സ്വന്തം രാശിയായി ഇടവത്തിൽ മാളവ്യ യോഗത്തോടുകൂടി സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. കാരണം മകരം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് ഏറ്റവും യോഗകാരകനായ ഗ്രഹമാണ്, അതായത് യോഗഫലങ്ങൾ നൽകുന്ന ഗ്രഹം. ഈ ഒരു സമയത്ത് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് ശുക്രൻ കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ട് കർമ്മസംബന്ധമായ നേട്ടങ്ങൾ, ഉയർച്ചകളാണ് അനുഭവത്തിൽ വരിക. ഒരു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകരം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ളൊരു ജോലി ലഭിക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച, അതായത് ഒരു പദവി ഉയർച്ച, അല്ലെങ്കിൽ ആഗ്രഹിച്ച ഇടത്തേക്കൊരു പദവി മാറ്റം, സ്ഥാനമാറ്റം, ശമ്പള വർധനവ് ലഭിക്കുക, ഒരു വിദേശ ജോലി ഭാഗ്യം ലഭിക്കുക, ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കുള്ളൊരു മാറ്റം വന്നു ചേരുക, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊരു ജോലി മാറ്റം സംഭവിക്കുക. ഇങ്ങനെ കർമ്മസംബന്ധമായ വലിയ ഉയർച്ചകൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയം. പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. ആ ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. പുതിയ ബാങ്ക് ലോണുകളോ മറ്റു കാര്യങ്ങൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ ആ പണം നിങ്ങളുടെ കൈകളിൽ എത്തുന്ന സമയമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും കർമ്മസംബന്ധമായ ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടം. പൂർവികപരമായിട്ടുള്ള ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ളവർക്ക് അത് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. പലർക്കും ഈ ഒരു സമയത്ത് ഒരു ഭൂമി വാങ്ങുവാനോ ഒരു ഗൃഹനിർമ്മാണത്തിനായിട്ട് ഒരു തറക്കല്ലിടുന്ന തരത്തിലുള്ള ഒരു അനുഭവമൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും.
മകരം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ്. അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സമയം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക, അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം, അവർക്ക് നല്ലൊരു വിവാഹം നടക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. മകരം രാശിക്കാരായ മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ മുഖാന്തരം മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. ഏറെക്കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന മകരം രാശിയിൽപ്പെട്ട ദമ്പതികൾക്ക് നിങ്ങൾ നടത്തിവരുന്ന ചികിത്സകളും പ്രാർത്ഥനകളും ഒക്കെ ഫലിച്ച് സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. അത്രമേൽ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സമയം ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഉയർച്ച, ധനലാഭം, അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ ഒരു ഈശ്വരാനുഗ്രഹം, ഈശ്വര സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. ഏറ്റവും യോഗഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. മാളവ്യ യോഗത്തോടുകൂടി സ്വക്ഷേത്ര ബലവാനായിട്ട് ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ, നന്മകൾ, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഇതിനെ മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എല്ലാം ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. ഇനി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും സമയം വളരെ അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി മാളവ്യ യോഗത്തോടുകൂടി ഇടവം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുന്നത് സുഖാനുഭവങ്ങളാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി മാനസികമായും ശാരീരികമായും ആ സുഖാനുഭവങ്ങൾക്ക് ഒരുപാട് തടസ്സം ഉണ്ടായിരുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. കാരണം ശുക്രൻ നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ അധിപതി ആയതുകൊണ്ട് മാനസികമായിട്ടുള്ള വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, മനപ്രയാസങ്ങളൊക്കെ വിട്ടുമാറി മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന, മനസ്സിന് ആത്മവിശ്വാസം നൽകുന്ന, ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ മനസ്വസ്ഥത നിങ്ങൾക്ക് വീണ്ടും കിട്ടും. മനസ്സിന് സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു സമയം. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സുഖം, സമാധാനം അനുഭവത്തിൽ വരും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സുഖം, ഒരു സമാധാനം, തൃപ്തി ലഭിക്കുക. നല്ല ജോലി, ആരോഗ്യം, നല്ലൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവുക. വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ഒരു സുഖം എന്നുള്ളൊരു വാക്കിന് തന്നെ പ്രസക്തി. നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഒരു സമയത്തുണ്ടാകും. വളരെ നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ ലഭിക്കുകയും ചെയ്യും. ശുക്രൻ കുംഭം രാശിക്കാരായ നിങ്ങൾക്കും കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയാണ്, ജീവനസ്ഥാനത്തിൻ്റെ അധിപതി. അതുകൊണ്ട് ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ജോലി ലഭിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരിക. ഒരു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഇത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഒരു ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്വന്തമായൊരു തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും അതിൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ ശുക്രൻ നൽകും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. അതുപോലെ 4-ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാവിനെ കൂടെ കുറിക്കുന്ന ഭാവമായതുകൊണ്ട് മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളുടെ അനുഗ്രഹം, അവരിൽ നിന്ന് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുക. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ മനോവിഷമം അനുഭവിക്കുന്ന കുംഭം രാശിക്കാരുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരും. കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വന്തമായിട്ടൊരു വീട്, ഒരു ഭവനമെന്നാഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അത് ഈശ്വരൻ നൽകുന്ന ഒരു സമയം, അതിനുള്ള ഒരു വഴി, അതിനുള്ളൊരു അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുകയും ചെയ്യും.
കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞവർക്ക് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയം. അതുപോലെ ആദ്യ വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് നല്ലൊരു അനുയോജ്യരായിട്ടുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ്. എല്ലാം കൊണ്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ദാമ്പത്യപരമായിട്ടും എല്ലാ രീതിയിലും കർമ്മസംബന്ധമായിട്ടും നല്ല ഉയർച്ച, മാറ്റങ്ങൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഇതിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ വ്യക്തിപരമായിട്ട് അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.